മഴയൊക്കെ നനഞ്ഞ് ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കിപ്പം കുറച്ച് നേരം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് പൊതുവേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറേ സയൻസ് ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മനസ്സ് കുറച്ച് നേരം ശാന്തമാവണമെങ്കിൽ, നമ്മളൊരു ജോലി ചെയ്തിട്ട് നമ്മുടെ മനസ്സ് ശാന്തമാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് എടുക്കുന്നതാണ് സയൻസ് പറയുന്നത്. കുറേ സ്റ്റഡീസൊക്കെ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ആലോചിച്ചു, ശരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ അപ്പ എന്നുള്ളൊരു വിളി മതിയല്ലേ നമ്മളൊക്കെ ശരിക്കും ആ ഒരു ശാന്തത, കർത്താവിൻ്റെ ആ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടി. സ്റ്റഡീസൊക്കെ അങ്ങനെ പലതും പറയും, പഠനങ്ങളൊക്കെ പല കാര്യങ്ങളും പറയുമെങ്കിലും നമ്മൾ ഓരോരുത്തരും ആ ഒരു കാര്യം അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ സമയം നമുക്ക് 20 മിനിറ്റ് ഒന്നും വേണ്ട നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കാൻ. നമ്മളതുകൊണ്ട് ഈ സമയം നമ്മൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞാൻ അങ്ങേ ആരാധിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു മനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവെ അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പിതാവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ആരാധനയെ, ഇന്നത്തെ ശുശ്രൂഷകളെ എല്ലാം പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഇടപെടലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇന്നിവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവെ പൂർണ്ണമായിട്ട് കർത്താവ് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ കർത്താവെ ഏൽപ്പിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളുടെ മേലുള്ള കർത്തൃത്വം മുഴുവൻ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് കർത്താവ് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ, അത് ലോകപരമായിട്ടുള്ള ചിന്തകളായിക്കോട്ടെ, ജഡികമായിട്ടുള്ള ചിന്തകളായിക്കോട്ടെ, കർത്താവെ സകലതും ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ അങ്ങയെ മാത്രം നോക്കിക്കൊണ്ട് ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങളിവിടെ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. ഈ ദിവസം ഞങ്ങൾ കാണുവാൻ കഴിഞ്ഞത് കർത്താവെ അങ്ങയുടെ കൃപയാലാണ് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു വചനഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമർ 5:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. റോമർ 5:8 മുതൽ 11 വരെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വാക്യമാണ്. ഞാൻ വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന പോലെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ ഇത്രയും സ്നേഹിച്ച് വേർതിരിച്ച് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവുമായിട്ട് നിരന്ന ശേഷം എത്ര അധികം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനോട് പാടാം. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കാൻ, ഇത്രത്തോളം ഞങ്ങളെ മാനിക്കാൻ ഞങ്ങളിൽ എന്ത് കണ്ടു കർത്താവെ. ഹല്ലേലൂയ. ആ പാപിയായിരുന്ന കാലത്ത്, ഞങ്ങൾ ശത്രുക്കളായിരുന്ന കാലത്ത് തന്നെ കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ, ആ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ സ്നേഹിക്കുവാൻ. നമുക്ക് പാടാം. ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ, പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ പറയും. കർത്താവ് നമ്മളെ എതിർത്തപ്പോഴും ക്രൂശിനു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ആ കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്തു കണ്ടു കർത്താവേ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ
സഭ ഒരുമിച്ച് പാടിയാട്ടെ. എന്തു കണ്ടു, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഞാൻ ഒരിക്കലും കർത്താവേ ഇതിന് യോഗ്യനല്ലാതിരുന്നിട്ടും, യോഗ്യനല്ല ഇതു പ്രാപി അവന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം, ഇതു കൃപയതാ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും, പാപിയായിരുന്നൊരു കാലത്തും, അഭക്തനായൊരു നാളിലും, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ഒന്നിനും അർഹതയില്ലാതിരുന്നപ്പോൾ, എന്നെ കണ്ടെന്നെ സ്നേഹിച്ചൊരു ദൈവം, അഭക്തനായൊരു നാളിലും, പൗലോസിനെ പോലെ കർത്താവേ, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും യേശുവിനെ തന്ന് നമ്മെ സ്നേഹിച്ച ദൈവം, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശു. ഞാൻ ഒരിക്കലും യോഗ്യനല്ലാതിരുന്നു കർത്താവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, എന്തു കണ്ടു ഇത്ര സഭ ഒരുമിച്ച് പാടിയാട്ടെ. കർത്താവേ ഞങ്ങളിൽ എന്തു കണ്ടു കർത്താവേ, ഞങ്ങളിവിടെ ആക്കി വെക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ മക്കളാക്കി തീർക്കുവാൻ കർത്താവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. രക്ഷയൻ പദവിയാൽ, രക്ഷയൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ പാലത്തിൽ നൽകി നീ. ഹല്ലേലൂയ. നമ്മെ രക്ഷിച്ച ദൈവം, രക്ഷയൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ പാലത്തിൽ നൽകി. തന്റെ മകനാക്കി തീർത്ത ദൈവ സ്നേഹത്തെ, തൻ മകനാക്കി നീ വംശമായി നീ സ്വാതന്ത്ര്യമേകിയതാ. തന്റെ മകനാക്കി തീർത്ത സ്നേഹം, തൻ മകനാക്കി നീ വംശമായി നീ സ്വാതന്ത്ര്യമേകിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഞാൻ യോഗ്യനല്ല കർത്താവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു കർത്താവേ എന്നെ ഇത്രയും സ്നേഹിക്കുവാൻ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ ഞങ്ങൾ ആരും കർത്താവേ യോഗ്യരല്ലാതിരുന്നിട്ടും
പിതാവേ, ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തില് ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധ ദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം, അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത്. പഴയ നിയമത്തിൽ കുറേ യാഗങ്ങളെ കുറിച്ച് പറയുന്നതിൽ ഒരു യാഗമാണ് സമാധാനയാഗം. ദൈവത്തോടുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് ശരിക്കും സമാധാനയാഗം പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവം ചെയ്ത നന്മകളെല്ലാം അതിനുള്ള നന്ദി അർപ്പിക്കുവാനായിട്ട്. അപ്പോൾ ശരിക്കും ഇവിടെ പറയുന്നു, ആ ഒരു സമാധാനയാഗം അർപ്പിക്കുമ്പോൾ അത് ഊനമില്ലാത്തതായിരിക്കണം. അത് കർത്താവ് വെച്ചൊരു നിയമമാണ്. അതുപോലെ ദൈവാനുഗ്രഹങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുമ്പോഴും ശരിക്കും സമാധാനയാഗം പഴയ നിയമത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ചാൽ ഫുൾ ആരാധനയാണ്, അവിടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം നമ്മളെല്ലാവരും ഇന്നൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, കർത്താവിന് ആരാധന സമർപ്പിക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണം. ഹല്ലേലൂയ. എത്ര പേർ റെഡിയാണ്? നമ്മൾ കർത്താവിനെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മൾ സമാധാനയാഗമാണെങ്കിലും നമ്മുടെ കർത്താവിന് നന്ദി പറയുകയാണെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടാം: കർത്താവേ, അങ്ങേക്ക് മാത്രമെന്നും ആരാധന. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. എല്ലാ സമയത്തും ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. ഉദയത്തിലും ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. ആരാധന, 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 സ്തുതി, ആരാധന, സഭ ഒരുമിച്ച് പാടട്ടെ നമ്മുടെ കർത്താവിന്. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. തുണയായുടെ അങ്ങേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. തുണയായുടെ അങ്ങേ ആരാധിക്കുന്നു. അവപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. അവപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ഞങ്ങൾ. യേശുവിന് ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. യേശുവിന് ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. ജീവബലിയെ, ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു. ജീവജലമേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു. ജീവജലമേ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. മശിഹായേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. മശിഹായേ അങ്ങേ ദൈവത്തിന് ആരാധന, 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 സ്തുതി, ആരാധന, ആരാധനകൾ അടിച്ചു പാടാം. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. യേശുരാജാവേ അങ്ങേ, യേശുരാജാവേ അങ്ങേ ആരാധിക്കുന്നു. നല്ലിടയനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുരാജാവേ അങ്ങേ ആരാധിക്കുന്നു. നല്ലിടയനെ ഞങ്ങൾ. നമ്മുടെ പ്രാണപ്രിയൻ, പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കും. സർവശക്തൻ, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ഓ പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ. ദൈവത്തിന് ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. നമ്മുടെ യേശുവിന് ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. ഉദയത്തിലും സന്ധ്യയിലും, ഉദയത്തിലും സന്ധ്യ. നമ്മുടെ പിതാവിന്, പിതാവിന് ആരാധന. ഉദയത്തിലും സന്ധ്യയിലും
പിതാവിന് ആരാധന, 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 സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന. നമുക്ക് വേണ്ടി ജീവബലിയായവന്, ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു. ജീവജലമേ ഞങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് വേണ്ടി ബലിയായ ദൈവം, നമ്മുടെ ജീവജലമായവൻ, ഒരിക്കലും ദാഹിക്കാത്ത ജലം തന്നവൻ, ജീവദാതാവേ അങ്ങേ മശിഹായവൻ, മശിഹായെ മാനവരാശി രക്ഷിക്കാൻ വേണ്ടി ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. മശിഹായെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന കർത്താവിന്, ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന കർത്താവിന്, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന നമ്മുടെ കർത്താവിന്, ആരാധന, ആരാധന, സ്തുതി, ആരാധന. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവന്, എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്ന നാമം, എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ, എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്ന. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാ മുഴങ്കാലും, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള യേശുവിന്റെ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നമ്മുടെ യേശുവിന്റെ നാമം, ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. കരങ്ങൾ അടിച്ചു പാടാം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. എണ്ണമില്ല പാപം, എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത്, അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനായനെ പുത്രനാക്കി മാറ്റിയ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാ നമ്മുടെ യേശുവിന്റെ നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം, അത്ഭുതം പ്രവർത്തിക്കുന്ന നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം. ഹല്ലേലൂയ. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും സർവശക്തനായ നാമത്തെ. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകുന്ന നാമം ശ്രീയേശുനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. പാപപരിഹാരം, പാപപരിഹാരം പാതകരെ തേടി പാരിടത്തിൽ വന്ന നമ്മളെ ഓരോരുത്തരെയും തേടി വന്ന യേശുവിന്റെ നാമം. പാപപരിഹാരം പാതകരെ തേടി പാരിടത്തിൽ വന്ന ആ പാപമറ്റ ജീവിതത്തെ കാണിച്ചു തന്ന, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമ. ഹല്ലേലൂയ. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. എണ്ണമില്ല പാപം, എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത്, അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ അന്യനെ നമ്മിലെടുത്ത് മാറ്റിയ ദൈവത്തിന്റെ നാമം എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യ നമ്മളെ പുത്രനാക്കി മാറ്റിയ നാമം ശ്രീയേശു നാമം അതിശയനാമം നാമം. ഹല്ലേലൂയ. ശ്രീയേശു നാമം അതിശയനാമം പാപപരിഹാരം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നമുക്ക് മാതൃക കാട്ടിത്തന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം ശ്രീയേശുനാമത്തെ ശ്രീയേശുനാമം അതിശയനാമം നാമം. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം നാമം എല്ലാത്തിലും മേലായ നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്നാമം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള വല്ലഭനായ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള എന്റെ ശ്രീയേശുനാമം ശ്രീയേശുനാമം അതിശയനാമം നാമം. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം നാമം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം നാമം. എന്റെ യേശുവിന്റെ നാമം ശ്രീയേശുനാമം അതിശയനാമം നാമം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജീവിതങ്ങളിൽ കർത്താവിന്റെ സൗഭാഗ്യങ്ങൾ കർത്താവ് നൽകിയ ആ വലിയ സ്നേഹം അനുഭവിച്ച എല്ലാവരും തന്നെ കരങ്ങൾ അടിച്ചോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 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 ആ സ്നേഹവാനായ ദൈവത്തെ ഒരു പാട്ടുകൂടെ പാടി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാകുന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ആ വിശ്വസ്തനായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഓരോരുത്തരും ഇന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് പറയാനായിട്ട് പോവുകയാണ്. നമ്മളെ ശിക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും നമ്മളിൽ കാണുമ്പോഴും നമ്മുടെ മേൽ മനസ്സലിവുള്ളൊരു ദൈവം, ആ ദയയും ക്ഷമയും നമ്മളെ അണിയിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആ വലിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മറ്റാരുമില്ലാത്തതുകൊണ്ട് ആകാശം മാറും ഭൂമി മാറും സകലതും മാറിപ്പോയാലും ആ മാറ്റമില്ലാത്ത വചനം നമുക്ക് നൽകിയതുകൊണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഓ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. സഭ ഒരുമിച്ച് പാടിയട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ കർത്താവേ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ദൈവം നല്ലവനായതുകൊണ്ട് നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. യേശു നല്ലവനായതുകൊണ്ട് നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഒരുമിച്ച് പാടിയാട്ടെ. ആ യേശുവിന്റെ ആരാധന അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ,
നിൻ പൈതലായി മാറ്റിയല്ലോ. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് ആ പാപിയായിരുന്ന അവസ്ഥയിൽ നമ്മളെ മാറ്റി ഇത്രയും വലിയൊരു ഭാഗ്യം നമുക്ക് തന്ന ദൈവം, ആ ദൈവത്തോട് പറയാമോ, ദൈവമേ നീ നല്ലവൻ, നീ വല്ലഭൻ, നീ നല്ലവൻ സർവവൽ. എത്ര പേർ പറയാം അങ്ങേ പോലെ മറ്റാരുമില്ല കർത്താവേ, ദൈവമില്ല. നീ നല്ലവനായിരിക്കുന്നത് പോലെ, നീ നല്ലവൻ സർവവല്ല. അങ്ങേ പോലെ അങ്ങേ പോലൊരു ദൈവമില്ല. ഇത്രയും നല്ല ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശത്രുക്കൾ കാണുകയെന്നും ഹല്ലേലൂയ. നമുക്കെതിരെ വരുന്ന എന്തിനേയും അതിനെ തകർത്ത് മുന്നോട്ട് പോകുവാൻ ശക്തി നൽകുന്ന ഒരു ദൈവം, ശത്രുക്കൾ മുമ്പാകെ ഇരുന്നൊരുക്കി നമ്മെ മാനിക്കുന്ന ഒരു ദൈവം. യേശുവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ നീ നല്ലവൻ, നീ നല്ലവൻ സർവവല്ലഭൻ. അങ്ങേ പോലൊരു ദൈവം. ആകാശം മാറും ഭൂമി മാറിയാലും മാറാത്തൊരു ദൈവം. നീ നല്ലവൻ സർവവല്ലഭൻ. അങ്ങേ പോലൊരു ദൈവമില്ല. മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കർത്താവിനോട് പറഞ്ഞാട്ടെ, പാപിയാം പാപിയാം എന്റെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. പാപിയാം എന്റെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. നീ നല്ലവനായതുകൊണ്ട്, നീ നല്ലവൻ സർവവല്ലഭൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഈ ജീവിതത്തിൽ ആ നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞ എല്ലാവരും പാടിയാട്ടെ. സർവവല്ലഭൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ദൈവത്തിന്റെ ഹല്ലേലൂയ പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ പോലെ ആരും ഇല്ലാത്തതുകൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സഭയായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു കർത്താവേ. അങ്ങേ പോലെ മറ്റാരും ഇല്ലാത്തത് കൊണ്ട്, ഞങ്ങളെ ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റാരും ഇല്ലാത്തത് കൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ വിളിച്ചവനെ, എന്നെ വിളിച്ചവരേ, നീ വിശ്വസ്ത എത്ര പേർ പറയുന്നു എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ? യേശുവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ വിളിച്ച വിശ്വസ്ത ദൈവമാക്കിയാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ നീ വിശ്വസ്ത ദൈവം, വിശ്വസ്ത ദൈവമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, നീ നല്ലവൻ സർവവല്ലഭൻ.
ദൈവൻ അങ്ങേ പോലൊരു ദൈവമില്ല. ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാറാത്ത ദൈവത്തെ, നിത്യനായ ദൈവത്തെ, ഹല്ലേലൂയ ഹല്ലേലൂയ അനന്യനായ ദൈവത്തെ, എന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മുടെ ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. ആ കർത്താവിന് മാത്രം മഹത്വം, എന്നും എന്നേക്കും മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Jesus. Amen. Amen. Hallelujah. കർത്താവേ, സകല മഹത്വവും കർത്താവേ, ഇന്നും സകല ബഹുമാനവും കർത്താവെ, പുകഴ്ചയും കർത്താവെ, സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായ അങ്ങേ എന്നും ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ, വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലൂടെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവെ. ഇനിയും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശുദ്ധത നമ്മെ പരിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല മാനവ മഹത്വവും അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് കർത്തൃ ശുശ്രൂഷയിലേക്ക് കിടക്കാം. ഫിലിപ്പിയർ എഴുതിയ 3-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ട അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്കോടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയൊക്കെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറെ ലജ്ജയായതിനാൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്നും നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന
തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപാന്തരപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പ്രത്യേകം പറയുന്നു 8-ാം വാക്യത്തിൽ, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നുണ്ണു. ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിൽ നമുക്ക് എല്ലാം ലാഭമായതിനെയൊക്കെ നഷ്ടമാക്കി കളയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ നേടേണ്ടതിന് അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും. അതുപോലെ തന്നെ ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞൊന്നോ തികഞ്ഞവനായോ ഒന്നുമല്ല, നമ്മളെല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഈ ലോകമോഹങ്ങളും ചിന്തകളെല്ലാം ചവറന്നെണ്ണുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മളെല്ലാം അതാണ് അനുസരിക്കേണ്ടത്. ആ പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ആ പ്രത്യാശയുടെ വചനങ്ങൾ നമ്മൾ സ്വീകരിച്ച് ഏറ്റെടുത്തും കൊണ്ട് മുന്നേറുവാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 18-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ് ലജ്ജയായതിനാൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഭൂമിയിലുള്ളതും ലോകത്തിലുള്ളതുമാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാശം വന്ന് ഭവിക്കുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവിടെ 20-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്നും നാം കാത്തിരിക്കുന്നു. അവർ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നവന് തൻ്റെ വ്യാപാര ശക്തിയോടെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ പ്രത്യാശയുടെ വചനം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളും ലോകമോഹങ്ങളിൽ ഇടപെട്ട് നാശത്തിലെ പോകുവാൻ അനുവദിക്കല്ലേ കർത്താവേ. അങ്ങയുടെ കൃപയും കരുണയും ധാരാളമായി പകർന്ന് അനുഗ്രഹമാക്കി തന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരത്തിനും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യർ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവരും സ്തോത്രത്തോടെ ആയിരിക്കാം. ഇതിലേക്ക് കൈനീട്ടുവാനുള്ള യോഗ്യത കർത്താവിന് വെള്ളത്തിൽ മുങ്ങി സാക്ഷീകരിച്ചവർക്കും മനുഷ്യരുടെ മുമ്പിലും സാക്ഷീകരിച്ചവർക്കും മാത്രമാണ് ഇതിലേക്ക് കൈനീട്ടുവാനുള്ള യോഗ്യതയുള്ളൂ. അല്ലാത്തവർ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവ ശുശ്രൂഷകന്മാർ വന്നിപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 29-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തം അതിൻ്റെ 29-ാം അധ്യായം 14-ാമത്തെ വാക്യം.
എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ എന്ന് അവിടെ പറയുന്ന വാക്യം കാണാൻ കഴിയും. 29-ാം അധ്യായത്തിൽ ദാവീദിന്റെ വഴിപാട് കൊടുക്കനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്യമാണ്. ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ രക്തം പുരണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആലയം പണിയാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന്റെ മകൻ ആലയം പണിയുമെന്നൊക്കെ യഹോവയുടെ അരുളപ്പാടുണ്ടായ ശേഷം അദ്ദേഹത്തിന് 29-ാം അധ്യായം ദാവീദ് മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എഴുതി വെച്ച വാക്യമാണ്. അദ്ദേഹം തൻ്റെ ആ അവസാനമായി ആലയം പണിയുന്നതിന് മുമ്പായിട്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പായിട്ട് അദ്ദേഹം തൻ്റെ ആ ഒരു വട്ടം കൂടി ഒരു ധനശേഖരണം നടത്തുന്ന ഒരു ചാപ്റ്ററാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവസാനം പറയുന്ന വാക്യങ്ങളുണ്ട്, നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ആലയത്തിൽ കൊണ്ടുവരിക. 3-ാം വാക്യം പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ എത്ര കൊടുത്തിട്ടും അദ്ദേഹത്തിന് മതിയാവാതെ ഇരിക്കുന്ന ദാവീദിൻ്റെയൊക്കെ ഒരു വഴിപാട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ് വന്നിട്ട് താഴേക്ക് വന്നിട്ട് പറയാം, 11-ാമത്തെ വാക്യം, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്ത് നിനക്കുള്ളതാകുന്നു. നീ സകലത്തിലും മീതെ തലവനായിരിക്കുന്നു. ദാവീദ് പറയാ, ഈ ലോകത്തിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും ദൈവത്തിൻ്റെതാണെന്ന്. ആ ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ഭൂമിയിൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതൊക്കെ വെറും നമ്മൾ ഒരു കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ നോട്ടക്കാർ, ഒരു കാര്യസ്ഥന്മാർ മാത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഈ പോകുന്നതിന് മുമ്പായിട്ട്, അതുകൊണ്ട് അതിനെ 3-ാം വാക്യത്തിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്, ആലയം പണിയുവാനായിട്ട് അദ്ദേഹം സ്വന്തം ഭണ്ഡാരം സ്വന്തം അക്കൗണ്ടിൽ നിന്നൊക്കെ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഏതാണ്ട് 7-ാം വാക്യം വായിക്കുമ്പോൾ, ദേവാലയത്തിന് വേലക്കായിട്ട് അവർ 5000 താലന്ത്, ഏതാണ്ട് 1,70,000 വരുന്ന പൊന്നുകൾ തന്നെ ശേഖരിച്ചു വെച്ചു ആലയം പണിയാൻ, ദൈവത്തിൻ്റെ ആലയം പണിയാനായിട്ട്. എന്നിട്ട് പറഞ്ഞു വരിക, അതിന് 12-ാമത്തെ വാക്യം പറയുക, ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവ്വവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുകയും ശക്തീകരിക്കുകയും നിന്റെ പ്രവൃത്തിയാകുന്നു. എന്നിട്ട് പറയുന്നത് 14-ാം വാക്യം പറയുന്നു, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എൻ്റെ ചിലവും എന്തുള്ളൂ? സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ഒരു ചെറിയ ആയുസ്, മനുഷ്യൻ്റെ ആയുസ് അല്പായുസ് മാത്രമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളിൽ ചില നന്മകളുണ്ട്. അത് സത്യത്തിൽ ദൈവത്തിൻ്റെ ആലയം പണിക്ക് വേണ്ടിയ, നമ്മുടെ പുതിയ നിയമസഭയോട് ബന്ധത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യം പണിയാൻ വേണ്ടിയ. 15-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഒരു വാക്ക് കൂടി ചേർക്കുന്നുണ്ട്. ദാവീദ് അവിടെ പറയുന്ന വാക്യം, ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഈ ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് മനസ്സിലായി. തനിക്ക് ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ധനത്തിൽ നിന്ന് ഈ പോകുന്നതിന് മുമ്പായിട്ട് 29-ാം വാക്യം അതിന് 22 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ശലോമോൻ രാജാവായി വാഴുന്നതും ദാവീദിൻ്റെ മരണമൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്താണെങ്കിലും ഒരു ചെറിയ ആയുസ് മാത്രമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ദൈവം നമ്മെ വിളിച്ചത്, നമുക്ക് ആരോഗ്യം നൽകിയത്, നമുക്ക് സമ്പത്ത് നൽകിയത്, നമുക്ക് എന്താ പറയുക ഇൻഫ്ലുവൻസുകൾ, നമുക്ക് എല്ലാം അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകിയത് ആ ദൈവരാജ്യം പണിയാൻ വേണ്ടിയാണ്. ഈ ചെറിയ ആയുസ് കഴിയുമ്പോൾ നമുക്ക് നിത്യമായി ജീവിക്കാൻ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുക. ഇതൊന്നും നമ്മുടെയില്ല, അവിടുന്ന് അവിടെ തന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം ദൈവരാജ്യത്തിൻ്റെ മാത്രമാണ്. പറയുന്ന പോലെ, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പുകഴുവാനോ ഒന്നുമില്ല. നല്ല മനസ്സോടെ കൊടുത്താൽ കർത്താവിൻ്റെ രാജ്യം പണിയാൻ നമുക്ക് കഴിയും. നമ്മുടെ കർണാടകം പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിപ്പാനും തുടർന്ന് ഞങ്ങൾക്ക് തന്ന നന്മയുടെ ഓഹരി, അവിടുന്ന് തന്ന നന്മയുടെ ഓഹരി, അതിൽ നിന്ന് കർത്താവേ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി കൊടുപ്പാൻ തക്ക വേണം ഞങ്ങളുടെ കരങ്ങളെ ഒരുക്കുന്ന കൃപക്കായി സ്തോത്രം. കേട്ട വചനപ്രകാരം തന്നെ കർത്താവേ, സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് ദാവീദ് ആലയം പണിയാൻ വേണ്ടി കൊടുത്തിട്ടും മതിയാവാതെ വണ്ണം കർത്താവേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രമാത്രം ആഴത്തിൽ വളരുവാൻ കാരണം, ദൈവമായിട്ട് പറ്റിച്ചേരുവാൻ കാരണം അല്പായുസ് മാത്രമേ ഞങ്ങൾ ഈ ഭൂമിയിലുള്ളൂ, നിഴൽ പോലെ അത്രേ. അത് മനസ്സിലാക്കി അതിനുശേഷം ജീവിക്കാൻ പോകുന്ന നിത്യമായ ലോകത്തെക്കുറിച്ച് അറിയുമ്പോൾ കർത്താവ് ഈ ആയുസ്സിൽ എത്ര കൊടുത്താലും മതിയാകാത്തൊരു ഒരു മനസ്സ്, ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിക്കാനും ദൈവരാജ്യത്തിന് കൊടുപ്പാനും അങ്ങനെ അനേക ആത്മാക്കളെ നേടുവാനൊക്കെയായിട്ട് കർത്താവ് ഇടയാക്കുന്ന കൃപക്കായി സ്തോത്രം. കർത്താവ് കരങ്ങളെടുത്ത് പിടിച്ചിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാരിവതിന് കൊടുപ്പാൻ തക്കവണ്ണം സമൃദ്ധമായ നന്മകൾ അങ്ങനെ ദൈവരാജ്യത്തിൽ സ്വർഗത്തിലും സമ്പാദിക്കാൻ തക്കവണ്ണം തുരുമ്പെടുക്കാത്ത കള്ളൻ മോഷ്ടിക്കാത്ത വലിയ സ്വർഗീയ ധനം സമ്പാദിക്കുവാൻ കർത്താവ് ആ നല്ല സ്നേഹിതന്മാരെ സമ്പാദിക്കുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. കൊടുക്കാൻ കഴിയാതിരിക്കുന്നവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കും നന്മ കൊടുത്ത് അവരുടെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ഒരു വെളിപ്പാടുകൾ നൽകി അങ്ങ് അവരെ പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ഒരു വചനം വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. 1 തിമോത്തിയോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ കൂട്ടിവരുന്ന കൃപ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയെ ആരാധിക്കുവാനും കർത്താവിനെ വിഷയം പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും തന്ന വലിയ കൃപ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വചനം പങ്കിടുമ്പോൾ, വചനം സംസാരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരുന്ന് സംസാരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം അത് വായിച്ച് വചനത്തിലേക്ക് കടക്കാം. 1 തിമോത്തിയോസ് 2:4. അവൻ, അതായത് നമ്മുടെ കർത്താവ്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഇച്ഛിക്കുന്നത് സകല മനുഷ്യർ, ഈ ഭൂമിയിലായിരിക്കുന്ന സകല ജനങ്ങളും, 1, രക്ഷ പ്രാപിക്കണം. 2, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. രക്ഷ പ്രാപിച്ച് ആ നിലയിൽ തന്നെ നിൽക്കുവാനല്ല, പിന്നെയോ വിശ്വാസത്തിലൊരു വളർച്ച വളർന്ന് സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ പോലെയായി തീരുവാൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും രക്ഷ പ്രാപിച്ചവരാണ്. എങ്ങനെയാ രക്ഷ പ്രാപിച്ചത്? യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും എൻ്റെ പാപങ്ങളെ വഹിച്ചുവെന്നും നമ്മൾ ഏറ്റെടുത്താൽ, വീണ്ടും ജനിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എന്നാൽ അത് മാത്രം അല്ല ദൈവം ഇച്ഛിക്കുന്നത്. പിന്നെയോ എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കണം. യേശു ക്രിസ്തുവിനെ പോലെയായി തീരണം. പരിജ്ഞാനം എന്നാൽ ക്രിസ്തുവിനെ പോലെ ആക്കുന്ന അറിവെന്ന് അതിനർത്ഥമെന്ന് ഗ്രന്ഥകർമ്മ പറയുകയാണ്. യേശുവിനെ പോലെയാക്കുന്ന അറിവ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹിതം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അറിയുന്ന അറിവ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ പോലെയാക്കുന്ന, ക്രിസ്തുവിനെ ഇഷ്ടമറിയുന്ന, ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന ആ അറിവിലേക്ക്, അല്ലെങ്കിൽ ആ പരിജ്ഞാനത്തിലേക്ക് എല്ലാവരും എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന. ഇന്ന് ഈ സഭയിൽ മാത്രമല്ല, യേശു ക്രിസ്തു സ്ഥാപിച്ച സഭകളെല്ലാം തന്നെ, ഹല്ലേലൂയ, എന്ത് പ്രസംഗിക്കേണ്ടത്, എന്താണ് പ്രസംഗിക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടതെന്നെല്ലാം നമ്മുടെ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:14 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണല്ലോ അവൻ നമ്മളെ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. എന്തിനു വേണ്ടി? സുവിശേഷ ഘോഷത്തിൽ ഞങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. നമ്മളെല്ലാവരെയും ഈ സഭയിലാക്കി വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാ. എന്തിന്? അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ, അവൻ്റെ ആ നിത്യത പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നു കൊലോസ്യർക്ക് ലേഖനം 1:28 വായിക്കുമ്പോൾ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവസഭയിൽ അല്ലെങ്കിൽ ഹൗസ് ചർച്ചിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ശുശ്രൂഷകന്മാർ പ്രസംഗിക്കുന്നത്, ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാ? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ
തികഞ്ഞവനായി നിർത്തണം. ക്രിസ്തു എന്ന തലയോളം അവനെ വളർത്തണം. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. സഭയിലെ എല്ലാ പ്രാർത്ഥനകൾ, എല്ലാ പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ളതാ. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയിട്ടാ. എന്നാൽ ആ രക്ഷയിൽ നിന്നും ക്രിസ്തുവിലേക്കുള്ള വളർച്ച, ആ ക്രിസ്തീയ പരിജ്ഞാനത്തിൽ, പരിശുദ്ധാത്മാവ് തരുന്ന പരിജ്ഞാനത്തിൽ വളരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും കൊലോസ്യ ലേഖനം 4:12 അവിടെ പൗലോസിന്റെ പ്രാർത്ഥനയുണ്ട്. എന്താ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? 4:12 എപ്പഫ്രാസായി നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നമ്മൾ പരസ്പരം പ്രാർത്ഥനയിൽ പോരാടേണ്ടത്, ദൈവസഭയിൽ പറയേണ്ടത്, പരസ്പരം പ്രബോധിപ്പിക്കേണ്ടത് എന്തിനാ? തികഞ്ഞവരാക്കി തീർക്കുവാൻ, ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രബോധനവും ശുശ്രൂഷയും എല്ലാം ദൈവസഭയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമായുള്ളവരിൽ നിൽക്കേണ്ടതിന് നമുക്ക് ആവശ്യമുണ്ട്. ആ കർത്താവിൻ്റെ യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നവരായി മാറണം. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ പുറത്തെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടിരിക്കും. പുറത്തെ മനുഷ്യന് വേണ്ടി, പുറത്തെ മനുഷ്യന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും ഒരു ശുശ്രൂഷയും പുതിയ നിയമസഭയിലില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പുറത്തെ മനുഷ്യന്റെ മോഹങ്ങൾക്ക് വേണ്ടിയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയോ ഒരു പ്രാർത്ഥനയും പ്രബോധനവും പുതിയ നിയമസഭയിലില്ല. ആകെ ഒരു പ്രാർത്ഥന ഫിലിപ്പിയ ലേഖനമുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. വേണ്ടത് സമർപ്പിച്ചാൽ മതി. എന്നാൽ ലഭിക്കുന്നതാണോ? അല്ല. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലെയും നിലവുകളെയും കാക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളായാലും നിങ്ങളുടെ എല്ലാം ആ ദൈവിക സമാധാനത്തിൽ നിറയും. നിങ്ങൾ കിട്ടുമെന്നുള്ളതല്ല. നിങ്ങളെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനാണ് കർത്താവ് വിളിച്ചതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവിനറിയാം, നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിനറിയാം. നിത്യതയിൽ എത്തിക്കുവാൻ ശ്രദ്ധിക്കണം. നിത്യതയിലേക്ക്, മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് മാത്രമേ കർത്താവ് തരൂ. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യും? അതിനെ പിടിച്ചു വെച്ചിട്ടോ വലിച്ചു വെച്ചിട്ടോ കാര്യമില്ല. കാരണം ദൈവത്തിന് ആഗ്രഹം നിങ്ങളെ തികഞ്ഞവരാക്കി നിത്യത്തിലെത്തിക്കുവാനാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ പരിജ്ഞാനത്തിൽ നമ്മൾ ഓരോരുത്തരും വളരുവാനായിട്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 4 വാക്യത്തിൽ വരുമ്പോൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കാൽപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവ് പറയാ, എന്നിൽ വസിക്കണം. എന്നാൽ അന്ന് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് പലർക്ക് എന്താ വസിക്കണം എന്നറിയില്ല. എന്നാൽ അതേ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ 1 യോഹന്നാൻ 2:6 എങ്ങനെ ക്രിസ്തുവിൽ വസിക്കണമെന്ന് അവിടെ സഭയോട് അറിയിക്കുക. 1 യോഹന്നാൻ 2:6 ആമേൻ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുവിനെ പോലെ ആയി തീരണമെന്ന്, യേശു എങ്ങനെ ചിന്തിക്കണമെന്നായി തീരണം, യേശു എങ്ങനെ പ്രവർത്തിക്കണമെന്നായി തീരണം.
അതാ അവൻ നടക്കേണ്ടതുപോലെ. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ യേശു എങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കും, അതേപോലെ പരിജ്ഞാനത്തിൽ വളർന്നു വന്ന് യേശുവിനെ പോലെയായി തീരണം. സഹോദരങ്ങൾ തമ്മിൽ ഓരോരുത്തർ ഇടപെടുമ്പോൾ യേശു എങ്ങനെ എൻ്റെ സഹോദരൻ ഇടപെടുമായിരുന്നു, അതുപോലെ നമ്മൾ ഇടപെടണം. അതിനാ ക്രിസ്തു തലയോളം വളരേണ്ടത്. നമ്മൾ ദൈവദാസന്മാരോട് ഇടപെടുമ്പോൾ യേശു എങ്ങനെ പിതാവിനോട് കീഴ്പ്പെട്ടു നിന്നോ, അതേ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടിയ ഹൃദയത്തിൽ പരിജ്ഞാനത്തിൽ നിറയേണ്ടത്. അങ്ങനെ പരിജ്ഞാനമില്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെയായി മാറുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ദൈവത്തിന് ഇഷ്ടം നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി പരിജ്ഞാനമുള്ളവരാക്കി മാറ്റുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവനും പരിജ്ഞാനവും നമുക്കറിയാം. ഈ ലോകത്തിലുണ്ട് ജീവനും പരിജ്ഞാനവും എല്ലാം. അത് നൽകുന്ന ഒരു ആകർഷത്വമുണ്ട്. ആ ആകർഷത്വം ക്രിസ്തുവിന്റെ ആകർഷത്വമല്ല. എന്നാൽ അതാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്. ഈ ലോകത്തിലെ പ്രശംസകൾ, ഈ ലോകത്തിലെ മഹത്വം, ഈ ലോകത്തിലെ നല്ല ആളുകളുടെ കൂട്ടായ്മകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ ദൈവം നോക്കുന്നത് യേശു ക്രിസ്തുവിൽ മാത്രം തികഞ്ഞു വരുന്നൊരു ജീവിതമാണ്. യേശു ക്രിസ്തുവിൽ മാത്രം തികഞ്ഞു വരുന്നൊരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവനാലും ആത്മാവിനാലും പരിജ്ഞാനത്താലും നിറഞ്ഞവരായി തീരണം. ഹല്ലേലൂയ. എങ്ങനെ? ആത്മാവിനാലും ജീവനാലും പരിജ്ഞാനത്തിനാലും നിറഞ്ഞവരായി യേശു ക്രിസ്തു ഇടപെട്ടതുപോലെ, യേശു ക്രിസ്തു ചിന്തിച്ചതുപോലെ, യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് ആ ക്രിസ്തുവിനെ പോലെയായി മഹത്വം പ്രാപിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലാണ് ജീവിച്ചത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? നീതിമാനായ എൻ്റെ ദാസൻ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. എന്തുകൊണ്ട്? പരിജ്ഞാനം കൊണ്ട്, ശക്തി കൊണ്ട് മാത്രമല്ല, ബലം കൊണ്ട് മാത്രമല്ല, പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. നമ്മുടെ ജീവിതത്തിലും ആ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ പരിജ്ഞാനം നമ്മൾ നിറയുകയാണെങ്കിൽ നമുക്ക് പലരെയും നേടുവാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ആർക്കും ഇടർച്ചയില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം യേശു ആ വേശ്യ, എല്ലാവർക്കും അറിയുന്ന കഥയാ. യേശു വേശ്യാസ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? അനേകർ ഒരു വേശ്യാസ്ത്രീയെ എടുത്തുകൊണ്ട് വന്നു. വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടവളാണ്. ഇവളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊള്ളണോ? നീ എന്ത് പറയുന്നു? എല്ലാവർക്കും അറിയാം നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊള്ളുണ്ട്. എന്നാൽ കർത്താവ് പരിജ്ഞാനത്തിൽ അവരോട് സംസാരിക്കുകയാണ്. കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്തുണ്ടായിരുന്നു? ഒറ്റുകാരുണ്ടായിരുന്നു. ഒറ്റുകാർ എന്തിനാണെന്നറിയാമോ? വാക്കിൽ കൊടുക്കുവാൻ, പ്രവൃത്തിയിൽ കൊടുക്കുവാൻ. എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ അതിനെ എടുത്തുകൊണ്ട് പരീശന്മാരുടെ അടുത്ത് കൊടുത്ത്, ഹല്ലേലൂയ, എന്ത് സംഭവിക്കണം? അവനെ കുറ്റക്കാരനാക്കി മാറ്റുവാൻ. കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എല്ലാം പരിജ്ഞാനത്തിൽ ഇടപെടുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ എന്ത് ചെയ്യണം? പരിജ്ഞാനത്തിൽ ഇടപെടുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നമുക്കറിയാം മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ പിതാവായ ജോസഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ സജ്ജെന്ന് പറയാം. 1:19. ആമേൻ. ആ ആ ആമേൻ. എന്താണ്? യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. അവന് വേണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ കൊണ്ട് നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലിക്കാം, തകർക്കാം. പക്ഷേ എന്ത് ചെയ്തു? ഗൂഢമായി, ആർക്കും എന്തില്ല, പരിജ്ഞാനത്താൽ, ദൈവത്തോടുള്ള ബന്ധത്താൽ അവൻ നീതിമാനാകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മൾ ഇതിൽ നിന്ന് തന്നെ ആഗ്രഹിക്കുക. ഒരു പരിജ്ഞാനപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ.
ഇടർച്ചയില്ലാത്തവരായി ജീവിക്കുവാൻ എന്ത് വേണം? ആത്മാവിൻ്റെ പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ അതാണ്. നമുക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശുവിൻ്റെ ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം എങ്ങനെ ലഭിക്കും, പരിജ്ഞാനത്തിൽ വളർന്നവർ എങ്ങനെയാണ്, പരിജ്ഞാനത്തിൽ വളരാത്തവരെങ്ങനെയാണെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വചനം വായിക്കാം. 2 കൊറിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ആമേൻ. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ച ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദാനമായി കർത്താവ് പകർന്നിട്ടുണ്ട്. എപ്പോഴാ? രക്ഷിക്കപ്പെട്ടപ്പോൾ. ആ പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും ആ പരിജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും ആ പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ വളർന്നില്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോവാനിടയുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ എന്തുകൊണ്ടാ ആ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ചത്? ആ ജ്ഞാനം നമ്മളിൽ വെച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എവിടെയാ തെറ്റിപ്പോയത്? ഏദൻ തോട്ടത്തിൽ ആദാം തെറ്റിപ്പോയപ്പോൾ മനുഷ്യന്റെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബൈബിളിൽ 3 മേഖലയിലും തെറ്റിപ്പോയി. ആത്മാവിന്റെ മേഖല, ദേഹി മേഖല, ശരീരത്തിനുമെല്ലാം തെറ്റിപ്പോയി. അവൻ 1-ാം അധ്യായം ഉൽപ്പത്തി 1:6 നമ്മൾ വായിക്കുന്നുണ്ട്. സോറി 3:6. തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമിയെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ കണ്ണ് അടഞ്ഞുപോയി. എപ്പോൾ? പാപം ചെയ്തപ്പോൾ. അവന്റെ ബുദ്ധിയുടെ നന്മ തിന്മകളുടെ ജ്ഞാനം അന്വേഷിക്കുന്ന കണ്ണ് തുറന്നു. എന്ത് ചെയ്തു? ഉടനെ ചെയ്തൊരു കാര്യമുണ്ട്. എന്താ? തങ്ങൾ നഗ്നരെന്നറിഞ്ഞു അത്തീല കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. ഹല്ലേലൂയ. ആദ്യത്തെ കണ്ടുപിടുത്തം, ആദ്യത്തെ പരിജ്ഞാനം, ആദ്യത്തെ ജ്ഞാനം എന്തായിരുന്നു അറിയാമോ? ദൈവത്തിൽ നിന്നും മറഞ്ഞു നിൽക്കാൻ, തൻ്റെ നഗ്നതയെ മറയ്ക്കാൻ എന്ത് ചെയ്തു? ഒരു അരയാടയുണ്ടാക്കി അവർ ധരിച്ചു. കാരണം എന്താണെന്നറിയാമോ? ദൈവം കൊടുത്ത ജ്ഞാനം നഷ്ടപ്പെട്ട് മാനുഷിക ജ്ഞാനം, ഈ ലോകത്തിലെ ജ്ഞാനം മനുഷ്യനിലേക്ക് കയറിയപ്പോൾ അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് അവിടെ എന്താ വേണ്ടിയിരുന്നത്? തെറ്റിപ്പോയപ്പോൾ തന്നെ ദൈവത്തിലേക്ക് മടങ്ങേണ്ട ഒരു ജ്ഞാനം അവൻ അന്വേഷിച്ചില്ല. തെറ്റിപ്പോയപ്പോൾ തന്നെ അയ്യോ കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു ജ്ഞാനം അന്വേഷിച്ചില്ല. പകരം സ്വന്തം ജ്ഞാനം ഒരു അത്തിയില തുന്നി അരയാടയുണ്ടാക്കി. എന്തിനാ? നഗ്നത മറക്കാൻ. പക്ഷെ നഗ്നത മറഞ്ഞോ? ഇല്ല. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഒളിച്ചു. യഹോവ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അവൻ അരയാട ഉണ്ടാക്കി കെട്ടിയതല്ലേ, പിന്നെ എങ്ങനെ നഗ്നത കാണും? എന്നാൽ അവനറിയാം, അവൻ്റെ ഉള്ളിലറിയാം എന്ത്? ദൈവത്തിൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നും തുറന്നും കിടക്കുകയാണ്. എത്ര അരയാട, നമ്മളുടെ ഏത് അരയാട ഉണ്ടാക്കി നമ്മൾ ചുറ്റിയാലും അത് കർത്താവിനറിയാം നിന്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പുഞ്ചിരിച്ച ഒരാളുടെ ഹൃദയത്തിൽ ദോഷം വെച്ചുകൊണ്ട് ഞാൻ പുഞ്ചിരിക്കുകയാണെങ്കിലും, അവന് വേണ്ടി സൽപ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, അവനോട് കൂട്ടായ്മ ആചരിക്കുകയാണെങ്കിലും, എൻ്റെ ദൈവത്തിനറിയാം നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. എവിടെ മനുഷ്യരെ നമുക്ക് പറ്റിക്കാം, ദൈവദാസന്മാരെ പറ്റിക്കാം, ആരെവിടെയും എന്നാൽ നമ്മുടെ ദൈവത്തെ പറ്റിക്കുവാൻ നമുക്ക് കഴിയില്ല. അവനറിയാം എത്ര അരയാട ഉണ്ടാക്കിയാലും അവൻ്റെ മുമ്പിൽ നമ്മൾ നഗ്നരാ. ഇന്ന് ഈ അരയാട ചുറ്റി നടക്കുന്ന അനേകർ നമ്മളും പലപ്പോഴും അരയാട് ചുറ്റി നടക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, ആ മാനുഷിക ജ്ഞാനം മാറ്റിവെച്ച് ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം വളരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഒന്ന്, വീണ്ടും നമ്മൾ 2 കൊരിന്ത്യർ 4:6 വരുമ്പോൾ ദൈവം അതിനാ പരിജ്ഞാനം നമുക്ക് തരുന്നത്. നമ്മളുടെ ജ്ഞാനം വേണ്ട, അതിലെന്ത് ചെയ്യണമെന്ന നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 4:6 വീണ്ടും നമ്മൾ വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യം ഇതോടെ കഴിയുമ്പോൾ, ഇരുളിൽ നിന്നും ദൈവത്തിൻ്റെ മുഖം നമ്മുടെ ഉള്ളിൽ തിളങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 10, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. വീണ്ടും ഞാൻ ഒരിക്കൽ പറയാ, പഴയ മനുഷ്യൻ്റെ ജ്ഞാനമാണ്. അവനെപ്പോഴും എന്ത് ചെയ്യും? സ്വന്തം ഇഷ്ടം അന്വേഷിച്ച് കിടക്കും, സ്വന്തം പ്രശംസ അന്വേഷിച്ച് കിടക്കും, സ്വന്തം ഹിതങ്ങൾ അന്വേഷിച്ച് കിടക്കും. എന്നാൽ അവനെ മരിപ്പിച്ച്, ആ പഴയ മനുഷ്യന്റെ സ്വഭാവത്തെ മരിപ്പിച്ച്, ആ ചെവി അടച്ച് നമ്മളെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ പുതിയ മനുഷ്യന്റെ സ്വഭാവം എന്ത് ചെയ്യണം? ഓരോ ദിവസവും വളർത്തിക്കൊണ്ടുവരണം. ആ പുതിയ മനുഷ്യന്റെ ചെവിയെ തുറക്കണം, ആ പുതിയ മനുഷ്യന്റെ ചിന്തകളെ തുറക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും പറയുന്നത് അവന് മാത്രമേ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ പഴയ മനുഷ്യനെ പൂർണ്ണമായും മരിപ്പിച്ചില്ലെങ്കിൽ എന്തു പറയും അറിയാമോ? ആ മാനുഷിക ജ്ഞാനത്തിലെ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ, ആ മാനുഷിക ചിന്തകളിലെ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ. ആ പഴയ മനുഷ്യനെ നമ്മൾ മരിപ്പിക്കണം. അല്ലയോ, ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം, ക്രിസ്തു എന്നിൽ വസിക്കുന്നതിന്റെ അടിസ്ഥാനം നമ്മുടെ മരണമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ പഴയ മനുഷ്യന്റെ മരണമാണ്. അവനെ മരിപ്പിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ പരിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയാ. എല്ലാ പ്രാർത്ഥനയും എഫേസ്യ ലേഖനം 1:17 വാക്യത്തിൽ അവിടെ പ്രാർത്ഥന ആരംഭിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ തരേണ്ടതിനും. ഹല്ലേലൂയ. അവിടെ പറയാ, ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ തരേണ്ടത് യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്നാണ്. ആ പരിജ്ഞാനം മാത്രമേ നമ്മുടെ പുതിയ മനുഷ്യനെ അല്ലെങ്കിൽ ഉള്ളിലുള്ള മനുഷ്യനെ ബലപ്പെടുത്തുകയുള്ളൂ. രാത്രി സ്വപ്നം കണ്ട് ഞെട്ടിണിറ്റ് പറയുന്ന ഏതെങ്കിലും വെളിപ്പാടിന് അല്ലെങ്കിൽ ഈ ലോകത്തെ സംബന്ധിച്ച വെളിപ്പാടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ പഴയ മനുഷ്യനെ തകർക്കാനും പുതിയ മനുഷ്യനെ ഉയർത്താനും പറ്റില്ല. എന്ത് ചെയ്യണം? അവൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് വരുന്ന വെളിപ്പാടിനെ മാത്രമേ നമ്മുടെ പുതിയ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അവിടെ പറയുന്നു, പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ തരണമേ. ഈ പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് അല്ലെങ്കിൽ പരിജ്ഞാനമാണ്. അടുത്ത കാര്യം, നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് ഈ പരിജ്ഞാനം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കും അല്ലെങ്കിൽ പ്രകാശിപ്പിക്കും. കാരണം പറയുമ്പോ ഒരിക്കൽ അടഞ്ഞുപോയ ഹൃദയദൃഷ്ടിയാ. ദൈവത്തിലേക്ക് അടഞ്ഞുപോയ അതേ ഹൃദയദൃഷ്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ അവന്റെ പരിജ്ഞാനത്താൽ എന്ത് ചെയ്യും? തുറക്കപ്പെടും. ഹല്ലേലൂയ. തുറക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത കാര്യം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അവൻ നമ്മളെ വിളിച്ച വിളി അറിയണമെങ്കിൽ ഈ പരിജ്ഞാനത്തിലൂടെ നമ്മുടെ ഹൃദയദൃഷ്ടി തുറക്കണം.
അല്ലെങ്കിൽ എന്തെന്നറിയാമോ, നമ്മളെ വിളിച്ച വിളി നമ്മുടെ രോഗത്തിനും നമ്മുടെ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്കും ഈ ഭൗതിക ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മളിങ്ങനെ പരിജ്ഞാനമില്ലാത്തവനെ പോലെ കറങ്ങി നടക്കും. എന്നാൽ ഈ പരിജ്ഞാനം നമ്മൾ വർദ്ധിക്കുമ്പോൾ എന്തു പറ്റും? നമ്മൾ അവൻ വിളിച്ച ഏക വിളി, അവൻ്റെ പ്രത്യാശ എന്ന വിളി, അവൻ്റെ ക്രിസ്തുവിനെ പോലെയാക്കുന്ന വിളി നമ്മുടെ ഹൃദയത്തിൽ നിറയും. ആ വിളിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ആ നിത്യദിന വാഗ്ദത്തത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, എന്നിട്ട് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പവും ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ചൊരു പരിജ്ഞാനം നമുക്ക് ലഭിക്കും. എന്താ അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്തെ പ്രധാനം? പല കാര്യങ്ങളുണ്ട്. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ? രോഗം മാറ്റുന്നത്, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നത്. ശരിയാ, അത് ശുശ്രൂഷയുള്ള ബന്ധത്തില. എന്നാൽ നമ്മൾ നിത്യമുള്ള ബന്ധത്തിൽ, ആ പുതിയ മനുഷ്യ ബന്ധത്തിൽ നമ്മളുടെ ശക്തി എന്താണെന്നറിയാമോ? പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ശക്തി എന്താ? ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും. ഹല്ലേലൂയ. നിന്ദിച്ചിട്ട് പകരം നിന്ദിക്കാതെയും. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ശക്തി നമ്മളിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ്. ഈ ലോകത്തിന് ശക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഉരുള കുപ്പേരി മറുപടി നമ്മൾ പറയും. ഒന്ന് പറഞ്ഞാൽ 4 പറയുന്നവൻ ഈ ശക്തി, ഈ ലോകത്തിന്റെ ശക്തിയിൽ നിറഞ്ഞവനാണ്. ഹല്ലേലൂയ. നിന്ദിക്കുമ്പോൾ സഹിക്കുന്നവൻ. ദൈവശക്തിയുണ്ട് മക്കളെ. നമ്മൾ പ്രാർത്ഥിച്ച രോഗം പോയില്ലെങ്കിലും, വീര്യപ്രവം നടന്നില്ലെങ്കിലും മാറിപ്പോകരുത്. ആ വല്ലഭത്തിന്റെ ശക്തി സഹിഷ്ണുതയിൽ വെളിപ്പെട്ടു വരുന്ന ശക്തിയാ. ഹല്ലേലൂയ. അത് അനേകരെ മാനസാന്തരപ്പെടുന്ന ശക്തിയാ. വീര്യപ്രവൃത്തി ചെയ്യുവാൻ ഉണ്ട്, ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ശക്തി നമ്മളിൽ നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെ, അനേകർ ആ വീര്യപ്രവൃത്തി ചെയ്തവരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ധർമ്മം ചെയ്യുന്നവരെ ഞാൻ നിങ്ങളായിരുന്നില്ല, ആ ശക്തി കൊണ്ടുപോയവരാ. ഹല്ലേലൂയ. ഈ ശക്തി നമ്മളിൽ നിറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പരിജ്ഞാനത്തിലൂടെ കടന്ന് ആത്മാവിന്റെ ശക്തിയിൽ ബലപ്പെട്ട് ആ സഹിഷ്ണുതയിലേക്കും വരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ആ പ്രാർത്ഥന വിട്ട് വീണ്ടും ആ കൊലോസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 1:10 മറ്റൊരു പ്രാർത്ഥന അവിടെ പൗലോസ് കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൊലോസ്യർക്ക് ലേഖനം 1:10. ആമേൻ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമായി നമ്മൾ ജീവിക്കണമെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. അവനെ ഇഷ്ടമെന്തെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. അതിനെന്ത് വേണം? ആ ക്രിസ്തുവിൻ്റെ വചനം എത്ര അറിഞ്ഞാലും, ഇന്ന് ആളുകൾ വായതെല്ലാം വചനങ്ങൾ കറക്റ്റായിട്ട് പറയും, എന്നാൽ അവിടെയെല്ലാം പരിജ്ഞാനത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇടർച്ചയ്ക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അടുത്ത് പിശാച് വന്നത് വചനമായിട്ടാ. എടുത്ത് അപ്പം കഴിക്കുക, അല്ലെങ്കിൽ എന്നെ മലങ്ങുക. ഇന്ന് അനേകർ ദൈവവചനമായിട്ട് കടന്നു വരും. മഹത്വത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പരിജ്ഞാനത്തിൽ അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ അവനെ കീഴടങ്ങുന്നവരായിത്തീരും. ഈ ലോകത്തിന് നിറയെ കൊണ്ടുപോയിട്ട് എല്ലാം കാട്ടിത്തരാം എന്ന് പറഞ്ഞ അതേ രാജാക്കന്മാരുടെ വചനങ്ങൾ അനേകർ വരുമ്പോൾ ദൈവിക പരിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനടിമകളായി മാറിപ്പോകും. ഇവിടെ പറയുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദനക്കാൽ യോഗ്യത നടക്കാനായി സകല ആത്മിക ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നിറഞ്ഞു വരണമെന്നും. ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിക്കും? സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോൾ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുമ്പോൾ നമ്മൾ അവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ ചെയ്യും. ഹല്ലേലൂയ.
അവൻ്റെ നീതിയാലുള്ള, അവൻ്റെ പരിജ്ഞാനത്താലുള്ള സൽപ്രവൃത്തികളല്ലാതെ മറ്റൊന്നും ദൈവസന്നിധിയിൽ പ്രതിഫലമുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ നീതിപ്രകാരമില്ലാത്ത, അവൻ്റെ ഇഷ്ടപ്രകാരമല്ലാത്ത എല്ലാ സൽപ്രവൃത്തി അനേകർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്തില്ല, ദൈവസന്നിധിയിൽ നീതിയായതല്ല. ഹല്ലേലൂയ. നമുക്കറിയാം റോമർക്ക് ലേഖനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്. എന്താ പറയുന്നത്? അവർ പരിജ്ഞാനത്തിലല്ലെങ്കിലും ദൈവസന്നിധിയിൽ. റോമർ 10 നമുക്ക് എടുക്കാമോ? അവിടെ അത് പിടിച്ചിട്ട് റോമറിന്റെ 10 വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 10:2 വായിക്കുമ്പോൾ, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അവരുടെ സൽപ്രവൃത്തികൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ശുശ്രൂഷകൾ എല്ലാം എന്തായിരുന്നു? സ്വന്തം നീതി സ്ഥാപിപ്പാൻ, എന്നെ കാണിപ്പാൻ, എൻ്റെ മുഖത്തെ കാണിപ്പാൻ, എൻ്റെ ജ്ഞാനത്തെ കാണിപ്പാൻ. അവർ പറയാ, പൗലോസ് പറയാ, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിൽ നിന്നും അകന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൂട്ടായ്മകളെല്ലാം ആ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ട് ദൈവഹിത പ്രകാരമുള്ളതാണോ? അവരെന്താ ചെയ്തത്? കർത്താവ് പഠിപ്പിച്ചെന്താ? ഇടത് കൈ കൊടുക്കുന്നത്, അല്ലെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. എന്നാൽ യഹൂദന്മാർ എന്ത് ചെയ്യും? അവർ പോയി തെരുവുകളിൽ പോയി കൊണ്ട് കൈമെഴുതി പ്രാർത്ഥിക്കും. തങ്ങൾക്ക് കൊടുക്കുമ്പോൾ രണ്ടുപേരെല്ലാം കൂട്ടി നിർത്തി കൊടുക്കും. ക്രിസ്തുവിൻ്റെ നീതി അറിയാതെ എന്ത് ചെയ്തു? സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. സൽപ്രവർത്തികൾ നല്ലതാണ് ഇല്ലെന്നല്ല, എന്നാൽ പരിജ്ഞാനപ്രകാരം ദൈവഹിത പ്രകാരമല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ നീതിയല്ല. എന്നെ കാണിക്കാൻ, എൻ്റെ പേര് കാണിക്കാൻ, എൻ്റെ മോഹം കാണിക്കാനാ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രതിഫലത്തിൽ എഴുതി ചേർക്കില്ല. അത് ഈ ഭൂമിയിലെ നശിച്ചു പോകും. ഹല്ലേലൂയ. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ. നമ്മൾ വീണ്ടും കൊലോസിലേക്ക് വരുമ്പോൾ എന്നിട്ട് പറയുക, അത് കഴിഞ്ഞ് 14 സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. അവൻ്റെ പരിജ്ഞാനത്തിൽ തുടങ്ങി അവിടെ പറയുക, അവൻ്റെ മഹത്വത്തിൻ്റെ ബലം എന്താണെന്നറിയാമോ? സകല സഹിഷ്ണുതയുമാ, സഹിച്ചു നിൽക്കുന്നവനാ. ഹല്ലേലൂയ. സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയാ. ഒരുവനോട് എത്ര ദീർഘക്ഷമയുണ്ട്, അതവന് പരിജ്ഞാനം നിറഞ്ഞവനായിരിക്കും. ഹല്ലേലൂയ. സഹിച്ചു നിൽക്കുന്നവനാ. ഹല്ലേലൂയ. എല്ലാവരും കുറ്റം പറയുമായിരിക്കും, എല്ലാവരും പറയുമായിരിക്കും, എന്നാൽ എല്ലായിടത്തും മാറ്റി നിർത്തുന്നവനായിരിക്കാം. അവിടെ എല്ലാം സഹിഷ്ണുതയോടെ പിറുപിറുക്കാതെ നിൽക്കുന്നവൻ പരിജ്ഞാനം പ്രാപിച്ച് ദൈവശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. കർത്താവ് ഇത് നമുക്ക് ലഭിക്കുന്നത് ആ ദൈവിക പരിജ്ഞാനത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോഴാണ്. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം നമുക്ക് ആവശ്യമല്ലേ? പ്രാർത്ഥിച്ച് ഓരോ ദിവസവും നമ്മൾ കേട്ടതുപോലെ ആ പഴയ മനുഷ്യനെ മരിപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ആ പരിജ്ഞാനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവ് അത് വെളിപ്പാടായിട്ട് നമുക്ക് ഈ പരിജ്ഞാനം ഉപദേശിച്ച് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ഓരോ വിഷയത്തിലും ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് കർത്താവിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരിജ്ഞാനം തരുന്നത്. നമുക്കറിയാം, ലോത്തും എബ്രഹാം തമ്മിൽ ഉടക്കാൻ പോയപ്പോൾ, അവർ തമ്മിൽ വഴക്കിടാൻ പോയപ്പോൾ എബ്രഹാം പരിജ്ഞാനപ്രദം ചെയ്തു. എന്താ? നിനക്കിഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോ, എനിക്കൊന്നും വേണ്ട. കാരണം എന്താ? അവിടെ സഹോദരന്മാർ തമ്മിൽ വഴക്കിടുവാൻ പാടില്ലെന്നുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. ഇത് നമുക്ക് നമുക്ക് 2 സഹോദരന്മാർ ഉണ്ടെങ്കിൽ നിന്റെ സ്വത്തെല്ലാം വിറ്റ് അവന് കൊടുക്കാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ വഴിയൊക്കി പോയി കിടക്കണമെന്ന് അവർ ചോദിക്കും.
പക്ഷേ ആ പരിജ്ഞാനം അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രാപിച്ചാൽ അവിടെ വഴക്കില്ല, ബഹളമില്ല. അതിലും വലുത് നമ്മൾ കണ്ടതുപോലെ ദാവീദിനും വരും. അപ്പോൾ ഈ പരിജ്ഞാനപ്രകാരം ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്കറിയാം യാക്കോബിൻ്റെ 1:5 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. യാക്കോബ് 1:5 അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഹല്ലേലൂയ. അവിടെ എന്താ ജ്ഞാനം കുറവാകുന്നു എന്ന് പറയുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങളെയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. അന്ന് പറയുന്നത്, അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്നിട്ടാ പറയുന്നത്, നിങ്ങളിൽ നിന്ന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. കാരണം ഈ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പരിശോധനകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അന്താളിച്ചു പോകരുത്, പിറുപിറുപ്പുകാരായി മാറിപ്പോകരുത്. കാരണം ദൈവം അയക്കുന്ന പരീക്ഷകൾ, അല്ലെങ്കിൽ നമ്മളുടെ പാപം കൊണ്ടുവന്ന പരീക്ഷകൾ, അത് നമ്മൾ വേർതിരിച്ചറിയുവാൻ നമുക്ക് പരിജ്ഞാനം വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ, നമ്മൾ പാസ് പഠിപ്പിക്കണോ, ചില പരീക്ഷകൾ കർത്താവ് തരുമ്പോൾ അതിനെയൊക്കെ ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തികഞ്ഞവരാക്കി തീർക്കാൻ പറ്റില്ല. ഉപജീവന ചിന്തകളാലും ഭാരങ്ങളാൽ നമ്മൾ ഭാരപ്പെട്ട് എന്ത് ചെയ്യും, അസ്ഥിരന്മാരായി മാറിപ്പോകും. ഇവിടെ പരീക്ഷ കടന്നു എന്തിനാണെന്നറിയാമോ, പരീക്ഷ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരാക്കാനും സമ്പൂർണരാക്കാനും സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി ഒരു പരീക്ഷ വന്നപ്പോൾ ചിലർ പതറിപ്പോയപ്പോ യാക്കോബ് പറയാ, നിങ്ങളിൽ ജ്ഞാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിൻ. ജ്ഞാനം കുറവാകുന്നവൻ ഈ പരീക്ഷകളിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്, നമ്മളെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് ഓരോ ദിവസവും കർത്താവിനുള്ള പ്രാർത്ഥനയിൽ വർദ്ധിച്ച്. അടുത്ത കാര്യം, കൊലോസ്യർ 2:3-6 വായിക്കുമ്പോൾ അവിടെ പറയുന്നു എങ്ങനെ നമുക്ക് പരിജ്ഞാനത്തിലോട്ട് കടക്കാൻ പറ്റും. 2:3-6 വരെ അവർ 2-ാം വാക്യം വായിക്കുമ്പോൾ, അവർ കൊലോസ്യർ സഭയെ കുറിച്ച് പറയാം, അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യണം, പരിജ്ഞാനം പ്രാപിക്കാനും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിക്കാനും എന്ത് ചെയ്യണം, സ്നേഹത്തിൽ ഏകീഭവിക്കണം. കൊലോസ്യ സഭയുള്ള വിഭാഗ ജനങ്ങളെ, നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ചാൽ മാത്രമേ പരിജ്ഞാനം പ്രാപിക്കാൻ സാധിക്കൂ. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല പരിജ്ഞാനം കിട്ടുന്നത്, കൂട്ടായ്മയിലൂടെയാണ് പരിജ്ഞാനം വരും. എന്ത് ചെയ്യുന്നു, അവർ ക്രിസ്തുവെന്ന ദൈവം സമ്പത്ത് പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ഇത് ആശ്വാസം ലഭിക്കാതെ, അല്ലെങ്കിൽ ആകുലചിത്രം നടക്കുന്നവരെ ദൈവം ആകുലചിത്രം നോക്കുന്നില്ല. ഓ ആകുലപ്പെട്ടിരിക്കുന്ന മകനെ, ഓ നിന്റെ ആകുലതയ്ക്ക് ഇതാ ഒരു പ്രശ്നം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന് ആകുലകളെ തൊടുന്ന ദൈവമല്ല. കാരണം ആകുലത ഒരു പാപമാണ്, ഭയം ഒരു പാപമാണ്. എൻ്റെ മകൻ്റെ ഭാവി ഓർത്ത്, എൻ്റെ മകളുടെ ഭാവി ഓർത്ത് കണ്ണീരോടിരിക്കുന്ന മകളെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉയർച്ച ഉണ്ടാവും. അങ്ങനെയൊന്നും ദൈവം വന്നോടാൻ പോകുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ ആകുലത പാപമാണ്. ദൈവമക്കൾക്ക് എപ്പോൾ തന്നെ ആർക്കറിയാം, കർത്താവിനറിയാം. എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കണോ, സ്നേഹ കൂട്ടായ്മയിൽ വന്നിരിക്കണം. അവനെന്തിടോ, സ്നേഹത്തിൽ ഏകീഭവിക്കണം. ആ സ്നേഹ കൂട്ടായ്മയിൽ വരുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്കുള്ള പരിജ്ഞാനം കർത്താവ് ഇറക്കി തരും. അതിനുവേണ്ടി ആ ബൈബിൾ ക്ലാസ് സംഘടിപ്പിക്കുന്നത്, സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് സംഘടിപ്പിക്കുന്നത്, പ്രാർത്ഥനകൾ നടക്കുന്നത് എന്താ, ഈ കൂട്ടായ്മയിൽ വന്നിരുന്ന് എന്ത് ചെയ്യണം, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ആ പരിജ്ഞാനം പ്രാപിച്ച് ആശ്വാസം പ്രാപിക്കുവാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാ മനസ്സിലാകുന്നത്? അതാ അതിൻ്റെ 6-ാം വാക്യം പറയും. 2:6 വാക്യം പറഞ്ഞു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. എന്താ കൂട്ടായ്മ? സഭ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിന് ഇറങ്ങി വന്ന കൂട്ടായ്മ ആചരിക്കുവാനാണ്. അവന്റെ കൂട്ടായ്മയിൽ നടക്കുമ്പോഴാ
നമുക്ക് എന്തെന്നാണ് പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയുന്നത്? നെക്സ്റ്റ് കാര്യം അവിടെ പറഞ്ഞത്, അവനിൽ വേരൂന്നണം. ക്രിസ്തുവിൽ വേരൂന്നണമെങ്കിൽ കൂട്ടായ്മയിൽ നിറഞ്ഞു വരണം, സ്നേഹത്തിൽ നിറഞ്ഞു വരണം. ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ എന്ത് സംഭവിക്കും? കൂട്ടായ്മയിൽ നിന്നും ആ സ്നേഹം നിറവ് അല്ലെങ്കിൽ ആശ്വാസം പ്രാപിക്കാൻ കഴിയില്ല. ഭിന്നതയുണ്ടെങ്കിൽ ആശ്വാസം പ്രാപിക്കാൻ കഴിയില്ല. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൂട്ടായ്മ എങ്ങനെയാണോ അതാണ് ദൈവം സഭയിലും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇഷ്ടം ഇവിടെ നടന്നെന്ന് വരില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ല ഇവിടെ നടക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന, ദൈവത്തെ ക്രിസ്തുവിനെ പോലെയാക്കുന്ന ദൈവസഭയാണ് ദൈവം കണ്ട സഭ. അവിടെ പരിജ്ഞാനം പ്രാപിക്കുന്നത്, ആശ്വാസം പ്രാപിക്കുന്നത് കൂട്ടായ്മയിലൂടെയാ. അവനിൽ വേരുന്നത് കൂട്ടായ്മയിലൂടെയാ. മറന്നുപോകരുത്. ഒന്ന്, പ്രാർത്ഥനയിൽ പരിജ്ഞാനം പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. രണ്ട്, പഴയ മനുഷ്യനെ മരിപ്പിക്കണം. കൂട്ടായ്മ ആ ജത നിങ്ങൾ പറയുന്ന സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അന്ത്യകാലം എടുക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കൂടുതലായി ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നോ എന്ന് പറയല്ലേ, ആമേൻ എന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മൾ തയ്യാറാകണം. നമ്മൾ പറയുക പരിജ്ഞാനം ലഭിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പരിജ്ഞാനത്തിൽ വളർന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:7 വരുമ്പോൾ അവിടെ ആദ്യകാലത്ത് കൊരിന്ത്യർ എങ്ങനെയായിരുന്നു പറയുന്നുണ്ട്. 1:6 അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നന്മാരായി തീർന്നു. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നന്മാരായി തീർന്ന കൊറിന്ത്യസിലെ സഭയിലെ ജനങ്ങൾ. ഹല്ലേലൂയ. ആ സമ്പന്നനായി തീർന്നപ്പോൾ പറയുക, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കണ്ടോ, അവർ എന്തിലാ സമ്പന്നന്മാരായത്? പൈസയിലല്ല, സ്ഥാനമാനങ്ങളിലല്ല, മറ്റു മോഹങ്ങളിലല്ല. അവർ പരിജ്ഞാനത്തിൽ സമ്പന്നന്മാരായി തീർന്നപ്പോൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ദൈവം നടത്തി. നെക്സ്റ്റ് അടുത്ത് പറയുന്നു, ഇങ്ങനെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മറ്റൊരു കാര്യത്തിനു വേണ്ടിയല്ല. പരിജ്ഞാനം നിറഞ്ഞവർ കൃപാവരങ്ങളെ പ്രാപിക്കും. കൃപാവരങ്ങളെ പ്രാപിച്ചവർ എന്ത് ചെയ്യും? ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരും. എന്നിട്ട് കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ, യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ഉറപ്പിക്കും. ആര് ചെയ്യും? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. കൃപാവരത്തിൽ സമ്പന്നനായവരെ, ഹല്ലേലൂയ, പരിജ്ഞാനത്തിൽ സമ്പന്നനായവരെ, ഹല്ലേലൂയ, എന്ത് ചെയ്യും? കർത്താവിന്റെ നാളിലേക്ക് നോക്കിയിരിക്കുന്നവരെ കർത്താവ് അവസാനം നാളത്തോളം ഉറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പരിജ്ഞാനത്തിൽ സമ്പന്നനായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിജ്ഞാനത്തിൽ സമ്പന്നതയില്ലെങ്കിൽ കൃപാവരത്തിൽ എന്ത് ചെയ്യുന്നില്ല? നമുക്ക് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുവാൻ സാധിക്കില്ല. പ്രാർത്ഥനയ്ക്ക് പരിജ്ഞാനം വന്നില്ലെങ്കിൽ ദൈവ ഇഷ്ടത്തിനെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പരിജ്ഞാനം വന്നില്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കില്ല. ആത്മാക്കളെ തിരിച്ചറിയാൻ സാധിക്കില്ല. പ്രാകൃതനേത, ഹല്ലേലൂയ, ജഡികനേത നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമായി മാറിപ്പോകും. ഓരോ ദിവസവും നമ്മളിപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഹല്ലേലൂയ പഴയ മനുഷ്യനെ മരിപ്പിച്ച് ആ പരിജ്ഞാനത്തിന്റെ നിറവിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇവിടെ അവർ വന്നു. 1 കൊരിന്ത്യർ 6:7 പറയുക, അവർ പരിജ്ഞാനത്തിൽ വളർന്നവരായി തീർന്നു. നമുക്ക് വീണ്ടും പെട്ടെന്ന് ഫിലിപ്പിയർക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ കർത്തമേശയിൽ കേട്ടു. ജോസ് ചേട്ടൻ അത് പറയുണ്ടായി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7-ാം വാക്യം തൊട്ട് വായിച്ച് കേട്ടതാ ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അവിടെ പറയാ, എനിക്ക് ലാഭമായ കാര്യങ്ങളെല്ലാം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. ആ വിളി കേട്ടപ്പോൾ കർത്താവിന്റെ പുറകെ ഇറങ്ങി. ആര്? പൗലോസ് ഇറങ്ങി. എന്നാൽ നെക്സ്റ്റ് വാചകം പറയുക,
അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും, പണ്ടിറങ്ങിയതാ, പണ്ട് വിട്ടതാ, ആ വിട്ടതിനെയൊക്കെ ഇപ്പോഴും ഞാൻ ഛേദമെന്നെണ്ണുന്നു. എന്തുകൊണ്ടാ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിനെ പോലെയുള്ള ആഗ്രഹം അവനിലേക്ക് നിറഞ്ഞപ്പോൾ ഒരിഞ്ച് പോലും പുറകോട്ട് പോയില്ല. പിന്നെ എന്ത് ചെയ്തു? വിട്ട കാര്യങ്ങൾ, ലോകമഹത്വം, കുടുംബ മഹത്വം, കുടുംബ ജോലിക്കാർ, എല്ലാ കാര്യങ്ങളും ആ വിട്ട സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും പരിജ്ഞാന ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇന്ന് വിട്ട കാര്യങ്ങൾ പലതും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പരിജ്ഞാനത്തിലേക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. പണ്ട് കാലങ്ങളിൽ വലിയ സ്നേഹമായി നിന്ന സ്നേഹമില്ലേ? പലതും മടങ്ങി പോയി. പണ്ട് കൂട്ടായ്മകൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ആഗ്രഹമില്ല. എന്തുപറ്റി? പരിജ്ഞാനം കുറഞ്ഞു പോയി. ക്രിസ്തുവിനെ അറിവ് ആവശ്യമില്ലാണ്ടായി. ക്രിസ്തുവിനെ പോലെ ആകുള്ള ആഗ്രഹമില്ല. എന്നാ പൗലോസ് ഇപ്പോഴും ഞാൻ ഛേദമെണ്ണുന്നു. അടുത്ത കാര്യമോ പറയുക. ഹല്ലേലൂയ. അവനിൽ ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം അങ്ങനെ എല്ലാം ഛേദമെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വാസം നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാന ശക്തിയെയും ഇഷ്ടപ്പെടുവാൻ, ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന എല്ലാം പരിജ്ഞാന ശ്രേഷ്ഠത്വം. ഇവിടെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനാണ് ഇന്ന് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് സഭയിൽ, നമ്മൾ ഓരോരുത്തരും, ഞാൻ ഇന്ന് സഭയിൽ ആയിരിക്കുന്നത്, ഞാൻ ഇന്ന് ആക്കി വെച്ചിരിക്കുന്നത് ഈ മൈക്ക് പിടിക്കാനല്ല, ഈ കസേലിരിക്കാനല്ല, എന്തെങ്കിലും അധികാര സ്ഥാനം ലഭിക്കാനല്ല, വർഷിപ്പ് ലീഡറോ പ്രസംഗ ലീഡറോ ആകാനല്ല. പിന്നോ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടുവാനാ. ഹല്ലേലൂയ. എനിക്ക് മറ്റൊന്നും വേണ്ട. ഒരാനുകൂല്യങ്ങളില്ലെങ്കിൽ, സഭയിൽ വെറുതെ വന്നാലും, ഞാൻ ലീഡർ അല്ലെങ്കിലും പ്രസംഗമല്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടത് മാത്രം മതി. അവനെ പോലെ ആയാൽ മതി. അവൻ്റെ മഹത്വം പ്രാപിച്ചാൽ മതി. അവൻ്റെ മരണത്തോടൊന്ന് അരുവപ്പെട്ടാൽ മതി. അധ്യായം മുഴുവനും പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വാക്കുകളാണ്. ഹല്ലേലൂയ. എനിക്ക് മറ്റൊന്നും വേണ്ട. എന്ത് വേണം? എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിനാ. ഹല്ലേലൂയ. ഇവിടെ വന്ന് അത് എന്നെ അങ്ങനെ പറഞ്ഞില്ല, എനിക്കിത് ലഭിച്ചില്ല, എനിക്കത് ലഭിച്ചില്ല, എനിക്ക് ഒരു വിഷയം കിട്ടിയില്ല, നല്ലതെന്ന് പറഞ്ഞു ഒന്നും എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ എൻ്റെ ക്രിസ്തുവിനെ നേടേണ്ടതിനാ ഞാൻ ഈ സഭയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനാ ഞാൻ ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നത്. ആർക്ക് പറയാം? അത് പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്ന അറിയാമോ? 2 ദിവസം കൊണ്ട് നമ്മുടെ മുഖം പാടും. ഒരാൾ നല്ലതല്ലെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ സീറ്റ് വലിച്ചിട്ടില്ല, കൈ കൊടുത്തില്ല, നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ മുഖം വാടും. ആരുടെ മുഖം വാടി? കൈയിൻ്റെ മുഖം വാടി. ദൈവം പ്രസാദിച്ചില്ല എന്ന് കണ്ട് എന്ത് ചെയ്തില്ല? കൈയിൻ്റെ മുഖം വാടി. അവന് ദേഷ്യം വന്നു, അവൻ കൊലപാതകനായി. ഹല്ലേലൂയ. അതാ യൂദാ 11:12 പറഞ്ഞത്, അവർ കൈയിൻ്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബലയാമിന്റെ വഞ്ചനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൈ നല്ല പ്രവൃത്തി ചെയ്ത ദൈവം നല്ല ആരാധന കൊടുത്തതാ. എന്നാൽ ദൈവം പ്രസാദിച്ചപ്പോൾ എന്ത് സംഭവിച്ചോ? അവന് ദേഷ്യം വന്നു, കോപം വന്നു. ഇന്ന് പലതും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, മറ്റേ പ്രശംസ ലഭിച്ചില്ലെങ്കിൽ, അത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നല്ല വിശ്വാസമായിരിക്കും, പ്രാർത്ഥനക്കാരായിരിക്കും. എന്ത് സംഭവിക്കും? സ്വന്തം നീതിയിലാണ്, ക്രിസ്തുവിനെ നേടേണ്ടതിനല്ല. സ്വന്തം പ്രശംസയിലാ ചെയ്യുന്നത്. മുഖം വാടും. എന്നെ അംഗീകരിച്ചില്ല, എന്നെ നല്ല പറഞ്ഞില്ല, എൻ്റെ നീതി. അവർ കയ്യിൻ്റെ വഴിയിൽ. കയ്യിൻ കോപം വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ വാതിക്കൽ എന്ത് കിടക്കുന്നു? പാപം കിടക്കുന്നു. അത് എപ്പോൾ കിടന്നതാണെന്നറിയാമോ? അത് പാപം യാഗം കഴിച്ചിട്ട് വന്നപ്പോഴോ പാപം ചെയ്തപ്പോഴോ കിടന്നതല്ല, അവൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. അത് അവനോടാണ് കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ ലോകമോഹങ്ങൾ കയറ്റാനും നമ്മുടെ പ്രശംസ കയറ്റാനും നമ്മുടെ ഒരു പാപത്തിൻ്റെ പിശാചിന് വഴി കിടപ്പുണ്ട്. അത് നിന്നോടാണ് കാര്യം. അതാ കൈയിൻ്റെ വഴി നടക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചാലും ഒരു ദിവസം മടങ്ങിപ്പോകും. എന്തുകൊണ്ട്? സ്വന്തം നീതി. ക്രിസ്തുവിനെ നേടാനല്ല, പരിജ്ഞാനത്തിനല്ല.
പിന്നെയോ സ്വന്തം നീതിക്ക് വേണ്ടി. മറ്റു പറയുന്നു അവർ കൂലി കൊതിച്ച്. ഹല്ലേലൂയ. ഇന്ന് പലരും നമ്മളായിക്കോട്ടെ കൂലി കൊതിച്ചല്ല സഭയിലേക്ക് വരേണ്ടത്, കൂലി കൊതിച്ചല്ല ക്രിസ്തുവിലേക്ക് വരേണ്ടത്. കൂലി കൊതിച്ച് വന്നാൽ, ആത്മപ്രശംസ കൊതിച്ച് വന്നാൽ, എനിക്ക് എന്തെങ്കിലും ലഭിക്കുന്ന കരുതി വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ബിലയാമിന്റെ വഞ്ചനയിൽപ്പെട്ടു പോകും. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വരേണ്ടത്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരേണ്ടത്, നിങ്ങൾ ക്രിസ്തുവിൽ നിറയേണ്ടത്, അവൻ്റെ ക്രിസ്തുവിനെ നേടേണ്ടത്. അതിനു എന്ത് ചെയ്യണം? പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ അറിയാം, അതിൻ്റെ ആദ്യം നമുക്ക് സമയമില്ലാത്തത്. അതിൻ്റെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. അവർ ഈ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അവർ എന്ത് സംഭവിക്കുന്നു? അവർ എല്ലാറ്റിനും എപ്പോഴും ചവറന്നെണ്ണി ആ ക്രിസ്തുവിനെ നേടേണ്ടതിന് മാത്രമാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒന്നായിക്കണം. കർത്താവേ, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിനെ നേടുവാനാണോ? ഹല്ലേലൂയ. ദൈവാലയത്തിലായിക്കോട്ടെ, കൂട്ടായ്മകൾക്കായിട്ട് പരസ്പര കൂട്ടായ്മകൾ എവിടെ വന്നു? ദാവീദ് പറയുന്നുണ്ട്, രാജാവ് പറഞ്ഞു, ഞാൻ ദൈവാലയത്തിന്റെ വാതിൽ കാവൽക്കാരായി എനിക്ക് ഏറെ ഇഷ്ടം. രാജാവ് പറയുക, നമ്മൾ സാധാരണക്കാരൻ, നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് പലതും വേണം. പക്ഷെ രാജാവ് പറയാ, ദൈവത്തിന്റെ ആലയം അത്ര വിശുദ്ധമാ, പരിശുദ്ധമാ. അതുകൊണ്ട് ഞാൻ ആ വാതിൽ കാവൽക്കാരനായെങ്കിലും എനിക്ക് ഇരുന്നാ മതി. പക്ഷെ കർത്താവ് നമ്മൾ വാതിൽ കാവൽക്കാരനല്ല ഇരിക്കുന്നത്. പിന്നെയോ പരിജ്ഞാനത്തിൽ വളർന്നാൽ കൃപാവരങ്ങളും നടങ്ങും കർത്താവിന് ഇഷ്ടം പോലെ തരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം, ജീവനിൽ വളരണം, ക്രിസ്തുവിൽ വളരണം. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 16 അധ്യായത്തിലെ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. മത്തായി സുവിശേഷം 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 16 അധ്യായം 24, 20 എല്ലാം വായിക്കുന്നില്ല. അത് 21. പിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്താ നമുക്കറിയാം? വെളിപ്പാട് ലഭിച്ചവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ കൃപ ലഭിച്ചവൻ ഇവിടെ വന്ന് പറയാം, കർത്താവേ, നീ മരിക്കണ്ട, നീ എന്തിനും ഇനിയും ഞങ്ങളെ കൂടെ നടക്കണം. അപ്പോൾ കർത്താവ് പറയാ, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് കരുതുന്നത്. ശ്രദ്ധിക്കണം, അവിടെ കർത്താവ് പറഞ്ഞു, നീ മനുഷ്യരുടേതല്ല സാത്താൻ്റെതാണ് കരുതുന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? മനുഷ്യരുടെ ജ്ഞാനത്തെ നീ മനുഷ്യരുടേതായിരുന്നത്. മാനുഷികമായ പ്രശംസകൾ, മാനുഷികമായ അധികാരങ്ങൾ, മാനുഷികമായ കാര്യങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് പറയുക, മാനുഷികമായി മാറ്റിവെച്ച് ദൈവിക പരിജ്ഞാനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ പരിജ്ഞാനത്തിൽ ജീവിക്കണം, ആ പരിജ്ഞാനം നടക്കണം. ഹല്ലേലൂയ. വീണ്ടും നാം പറഞ്ഞു വിടുക, പരിജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ, പരിജ്ഞാനത്തിൽ വളർന്നില്ലെങ്കിൽ ഭയാനകമായ ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരു വാക്യം മാത്രം, അനേകം കാര്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്യത്തിൽ വായിക്കുമ്പോൾ 2 തിമോത്തി 2:25 നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 2 തിമോത്തിയേക്ക് വരുമ്പോൾ പൗലോസ് ഏകദേശം പ്രായമായി പരിജ്ഞാനത്തിൽ നിറഞ്ഞവനായിരിക്കുന്ന സമയത്തേക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാ 2 തിമോത്തിയല്ല. 2 തിമോത്തി 2-ാമത്തെ അധ്യായം 25 വരുമ്പോൾ ഈ പ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്, വിരോധി, മറ്റുള്ളവരെ വിരോധിക്കുന്നവൻ, മറ്റുള്ളവരോട് കലക്കമുണ്ടാക്കുന്നവൻ, മറ്റുള്ളവരോട് ഭിന്നതയുണ്ടാക്കുന്നവൻ വിരോധി. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസഭയിലുള്ള കാര്യമാണ് പറയുന്നത്. പരിജ്ഞാനത്തിൽ വിളിച്ചു പറയുകയാണ്. എന്താ? വിരോധികൾ, വഴക്കുണ്ടാക്കുന്നവർ, വഴക്കായിട്ട് നടക്കുന്നവർ. എന്തിരുന്നു? അവർ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി, അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചില്ല, അവർ അതിൽ നിന്നും പുറകോട്ട് പോയി. അതവർക്ക് വേണ്ട, അവർക്ക് ലോകത്തിന്റെ പരിജ്ഞാനം മതി. അവർ പുറകോട്ട് പോയപ്പോൾ അവർ പറയുക, പിശാചിനാൽ പിടിപ്പെട്ട്
കുടുങ്ങിയവരാണ്. ഹല്ലേലൂയ. എത്ര ഭയാനകമായിട്ടാണ് പൗലോസ് അവിടെ സഭയിലുള്ളവരെ വിശദീകരിക്കുന്നത് അറിയാമോ? നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർ വിരോധിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് ഐക്യമത്യമില്ലെങ്കിൽ, ഭിന്നതയില്ലെങ്കിൽ, വെറുപ്പ് വിദ്വേഷം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറ്റിയിട്ടില്ല? സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം പിശാചിനാൽ കുടുങ്ങിയവരായി മാറിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ സത്യം ഈ പരിജ്ഞാനത്തിലേക്ക് വളരേണ്ട ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മൾ ഓരോരുത്തരോട് ഇടപെടേണ്ടത്, ദൈവദാസന്മാരോട്, ദൈവമക്കളോട്, ശുശ്രൂഷകളോട് ഇടപെടേണ്ട രീതിയെല്ലാം ആത്മാവിൽ ജീവൻ വന്ന് പരിജ്ഞാനത്തിൽ നിറഞ്ഞവരായിട്ട് ഇടപെട്ടില്ലെങ്കിൽ, ആ പരിജ്ഞാനത്തിലേക്ക് കടന്നില്ലെങ്കിൽ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിപ്പോയവരാകുവാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുമ്പോൾ ഒരു വാചകം 2 പത്രോസ് 2:20 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. 2 പത്രോസ് 2:20. ആ ആ ആ ആ ആമേൻ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ആ പരിജ്ഞാനം നമ്മളിലേക്ക് വരുമ്പോഴാ നമ്മൾ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടുവാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ മാലിന്യമെല്ലാം നമ്മൾ ചുവന്നു നടക്കും. നമുക്കറിയില്ല എന്താ മാലിന്യമൊന്നും, എന്താ വിഴേണ്ടെന്ന് അറിയില്ല. പക്ഷേ കർത്താവ് യേശുവിന്റെ പരിജ്ഞാനം വന്നാൽ നമ്മൾ ആ ലോകത്തിന്റെ മാലിന്യം വിട്ടോടും. എന്നാൽ അതിൽ വീണ്ടും കുടുങ്ങിപ്പോകല്ലേ. ഇവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ് 2 തിമോത്തിയിൽ. വീണ്ടും കുടുങ്ങിപ്പോകല്ലേ. വീണ്ടും ആ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരണം. എൻ്റെ സഹോദര ബന്ധം എങ്ങനെ പരിശോധിക്കണം, എൻ്റെ സഭയുമായുള്ള ബന്ധം എങ്ങനെ പരിശോധിക്കണം, ദൈവദാസമായുള്ള ബന്ധം എങ്ങനെ പരിശോധിക്കണം, എൻ്റെ കുടുംബത്തിലുള്ള ബന്ധം എങ്ങനെ പരിശോധിക്കണം. ഓരോ ദിവസവും നമ്മൾ ആ പരിജ്ഞാനത്തിൽ പരിശോധിച്ച് ജീവൻ നിറഞ്ഞവരായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും 2 പത്രോസ് 3:18 വായിക്കുമ്പോൾ, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. വളരണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കണം. എന്താ കാര്യം എന്നറിയാമോ? അതിന്റെ മുഴുവൻ വായിക്കാൻ സമയമില്ല. അതിന്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ യേശുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും വാഗ്ദത്തങ്ങളെക്കുറിച്ചും പറഞ്ഞു വരിക. എന്നിട്ട് പറയാ, അവന്റെ 15-ാം വാക്യം പറയാണ് അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. നിത്യതയെക്കുറിച്ച്, പരിജ്ഞാനത്തെക്കുറിച്ച് ചിലത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവരുടെ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഹല്ലേലൂയ. നാശത്തിനായി ചില തിരുവെഴുത്തുകളെ കോട്ടിക്കളയുമ്പോൾ, മാറ്റിക്കളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പരിജ്ഞാനത്തിൽ നിറഞ്ഞവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിരതയോടെ നിൽക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് എന്ത് ചെയ്യില്ല? അവർക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ആ പരിജ്ഞാനത്തിൽ കേട്ടപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിജ്ഞാനത്തിൽ വളർന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കാൻ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് ഒരു സഭയെക്കുറിച്ച് പറഞ്ഞ ഒരു ദൂത് മാത്രം വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. തൂയത്തുരാ സഭയെക്കുറിച്ച് പറയുന്ന നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ആത്മാക്കളെ വിവേചിക്കണം. തൂയത്തര സഭയിലെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. കർത്താവ് നമ്മളെ എല്ലാ സഭയിലെ ആ തൂയത്തിലെ സഭയിലെ എല്ലാ പ്രവൃത്തികളെയും തൂക്കി നോക്കി നല്ലതെന്ന് കണ്ടു. എന്തുണ്ട്? സ്നേഹമുണ്ട്, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എല്ലാം ഉണ്ട്. എന്നാൽ എങ്കിലും
താൻ പ്രവാചകി എന്നും പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിയും തെറ്റിച്ചു കളയും ചെയ്യുന്ന ഈസബേൽ എന്നൊരു സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാൻ ഉണ്ട്. ഹല്ലേലൂയ. ഒരു കുറ്റം എവിടെയോ നമ്മൾ ചിലത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ദൈവികമല്ലാത്തത് അധികാരങ്ങൾ, ദൈവികമില്ലാത്ത കാര്യങ്ങൾ എവിടെയോ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പെട്ടു മാനസാന്തരം അവൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവികമില്ലാത്ത കാര്യങ്ങൾ, ദൈവികമില്ലാത്ത വിഷയങ്ങൾ, ദൈവമില്ലാത്ത മറ്റു കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ തുയത്തുരാ സഭയിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ശോധന ചെയ്തറിയണം. ദൈവികമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യം എങ്ങനെ അറിയും? നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവിക പരിജ്ഞാനത്തിൽ നിറഞ്ഞവരായിത്തീരും. ആ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ ഉൾപൂവുകളെ അറിയുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ പരിജ്ഞാനത്തിൽ വളരണം. ഓരോ ദിവസവും ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളർന്ന് ആ ക്രിസ്തു എന്ന തലയോളം ആയിത്തീർന്ന് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും തികഞ്ഞവരല്ല, ഞങ്ങൾ ആരും പരിജ്ഞാനത്തിന്റെ ഒരറ്റത്ത് പോലെ എത്തിയിട്ടില്ല കർത്താവേ. എന്നാൽ ഞങ്ങളെ ആ പരിജ്ഞാനത്തിലേക്ക് നയിക്കണമേ. ആത്മാക്കളെ തിരിച്ചറിയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആ സ്വർഗീയ തലങ്ങളിലുള്ള ആ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിജ്ഞാനം നിറഞ്ഞവരായി യേശുവിനെ പോലെ ആയിത്തീരുന്നവരായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല കൃപാവധ കുറവില്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. സകല പരിജ്ഞാനം സമ്പന്നരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പരിജ്ഞാനം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്നവരായി, സ്നേഹമുള്ളവരായി ആ പരിജ്ഞാനം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വലിയ കൃപ അടിയങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിജ്ഞാനം നിറഞ്ഞവരായി ദൈവസഭയ്ക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ശോഭയേറുന്നു നാടുള്ളത്, കാണാമേ ദൂരെ വിശ്വാസത്താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. ശോഭയേറുന്നു നാടുണ്ടത്, കാണാമേ ദൂരെ വിശ്വാസത്താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. അതുകൊണ്ട് വേഗനാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗനാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഗീതം രോദനമങ്ങില്ലല്ലോ, നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക്. നാമശോഭന നാട്ടിൽ പാടും, നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഗീതം രോദനമങ്ങില്ലല്ലോ, നിത്യ സൗഭാഗ്യമാത്മാ
ചെയ്തിടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നമുക്ക് ആശീർവാദം ഉണക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും വഴിനടത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവ് വരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ജയനജയത്തിൽ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.